Hello friends, welcome to all-in-one YouTube channel Ethics Using Common Sense series. So we will be continuing our sessions on human values. So ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വാല്യൂ ഈസ് ഇംപാർഷ്യാലിറ്റി. സോ ലെറ്റ്സ് വെൽക്കം ടു ദ ടോപ്പിക്. സോ ജോ, എന്താണ് ഇംപാർഷ്യാലിറ്റി? ഇമ്പാർഷ്യാലിറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു മുൻധാരണയോ ഇല്ലാതെ അല്ലെങ്കിൽ ചില വ്യക്തി താല്പര്യങ്ങളില്ലാതെ അതിനെ ഈക്വലായിട്ടും ഫെയർ ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പാർഷ്യാലിറ്റി എന്ന ക്വാളിറ്റി അല്ലെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത്. So impartiality means acting without bias, prejudice or favoritism and thereby ensuring that all individuals or cases are treated equally and fairly based upon merit. സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. സോ ഡെഫിനിഷൻ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലിങ്കിലെ ഡിസ്ക്രിപ്ഷനിലുള്ള ചാനൽ ജോയിൻ ചെയ്യുക. നമ്മൾ നോട്ട്സ് അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോകാം അല്ലേ? സോ എക്സാമ്പിൾസ്, പേഴ്സണൽ ലെവൽ എക്സാമ്പിൾ. പേഴ്സണൽ ലെവൽ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടീച്ചർ, ആ ടീച്ചറിൻ്റെ മകൻ ആ ക്ലാസ്സിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അവനൊരു ഫേവറേറ്റിസവും ചെയ്യാതെ എല്ലാ കുട്ടികളുടെയും പേപ്പറൊക്കെ നോക്കി മെറിറ്റ് മാത്രം നോക്കി മാർക്കൊക്കെ അലോയുന്നത് ഇമ്പാർഷ്യാലിറ്റി എന്ന ക്വാളിറ്റിയാണ്. ഓക്കെ, നമ്മൾ പലരും ചിലപ്പോൾ സ്കൂൾസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിട്ടുണ്ടാവും. ഉണ്ടായിട്ടുണ്ടാവും. സോ നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ നോക്കാം. ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മൗര്യ സാമ്രാജ്യത്തിൽ അശോക ദ ഗ്രേറ്റ്, അപ്പോൾ അദ്ദേഹം കലിംഗ വാറിന് ശേഷം എല്ലാ ക്ലാസ്സുകൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, കാസ്റ്റ് ഇതൊന്നും നോക്കാതെ തന്നെ എല്ലാവർക്കും വെൽഫെയർ എൻഷുർ ചെയ്തിരുന്നു. അത് ഹിസ്റ്റോറിക്കൽ ലെവലിൽ ഒരു എക്സാമ്പിളായിട്ട് ഇമ്പാർഷ്യാലിറ്റിക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിനി മെയിൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾസിലോട്ട് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഇപ്പോൾ കോവിഡ് ടൈമിൽ കോവിൻ എന്ന് പറയുന്ന പോർട്ടൽ വഴി നമ്മളെല്ലാവരും വാക്സിനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു പ്രശ്നമില്ലാതെ വാക്സിനേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇപ്പോൾ ആദ്യമൊക്കെ കുറച്ച് പ്രയോറിറ്റി ഉണ്ടായിരുന്നു ഏജ്ഡ് ആയിട്ടുള്ളവർക്ക്, അതിനുശേഷം ഇങ്ങനെ ഏജ് വൈസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എല്ലായിടത്തും അത് ഈക്വലായിട്ട് എത്തി. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിളായിട്ട് എടുക്കാവുന്നത്. സോ നമുക്ക് കോവിഡ് കാലത്ത് നമ്മുടെ വാക്സിനേഷൻ പോളിസി ഇമ്പാർഷ്യാലിറ്റിക്ക് ഒരു വലിയ ഉദാഹരണമായിരുന്നു അല്ലേ? നമ്മുടെ വെളി രാജ്യങ്ങളിലേക്കും ഇത് കൊടുത്തിട്ടുണ്ടെന്നാണ് വാക്സിൻ മൈത്രി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ. അപ്പോൾ അത് ഇന്ത്യയുടെ ഒരു കമ്മിറ്റ്മെൻറ്റും കൂടെ ആയിട്ട് പറയാം. നമ്മൾ കമ്മിറ്റ്മെൻറ്റ് ഓൾറെഡി പഠിച്ചിരുന്നു. സോ വാക്സിൻ മൈത്രി ഇനിഷ്യേറ്റീവ് നമുക്ക് അവിടെ എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യാം. സോ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവിൽ വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ്? വേറെ എക്സാമ്പിളായിട്ട് രവി IPS എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ നാഗാസിനും ഗവൺമെൻറ്റിനും മിഡിൽ മാനായിട്ട് നിന്ന്, ഒരു നെഗോസിയേറ്ററായിട്ട് നിന്ന് പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിളിന് രവി IPSനെ കോട്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിളായിട്ട് 2 കണ്ടു. സോ നമുക്കിനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻ്റർനാഷണൽ ലെവൽ എക്സാമ്പിളിലോട്ട് പോവാം. ഇൻ്റർനാഷണൽ എക്സാമ്പിൾ ഇപ്പോൾ UN പീസ് കീപ്പിംഗ് ഫോഴ്സ് എടുക്കാം. അപ്പോൾ ഏതെങ്കിലും പല രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇമ്പാർഷ്യലായിട്ട് അവർ ആക്ട് ചെയ്തിട്ട് അവിടെ പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് UN പീസ് കീപ്പിംഗ് ഫോഴ്സ്. ഇപ്പോൾ ഇന്ത്യൻ ആർമി എന്നൊക്കെ അവിടെ പോകാറുണ്ട്. ഓക്കെ, സോ ഇനിയൊരു സർപ്രൈസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ആൻസേഴ്സ് എഴുതുമ്പം നമുക്ക് ഈ ഡെഫിനിഷനും എക്സാമ്പിളും മാത്രം പോരാ, ബട്ട് വി ഷുഡ് ആൾസോ ബി ഏബിൾ ടു അറ്റാച്ച് ദിസ് വാല്യൂ വിത്ത് അതർ ഇമ്പോർട്ടൻറ്റ് വാല്യൂസ്. ഓക്കെ, സോ അതുവഴി നമ്മളൊരു കണക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു വാല്യൂ പഠിക്കുമ്പോൾ അതിനെ മറ്റ് വാല്യൂസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ അറിയണം. അതിന് ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പോൾ ജോ, നമുക്ക് ഇമ്പാർഷ്യാലിറ്റി നമുക്ക് മറ്റ് ഏതൊക്കെ വാല്യൂസ് അല്ലെങ്കിൽ ഏതൊക്കെ വേർഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം എന്ന് കാണിച്ചു തരും. ഇപ്പോൾ ഇമ്പാർഷ്യലായി ഇരിക്കുമ്പോഴത്തേക്ക് അത് നോൺ പാർട്ടിസൺഷിപ്പിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ട്രാൻസ്പാരൻസി കൂട്ടും, പിന്നെ ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ടാകും. ഇത് കൂടാതെ ന്യൂട്രാലിറ്റി പറയാം. ഇതിലെല്ലാത്തിലേക്കും ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇമ്പാർഷ്യാലിറ്റിയെ കണക്ട് ചെയ്ത് ഇതെല്ലാം കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, സോ ഞങ്ങൾ ആ പോയിന്റ്സ് ജനറേറ്റ് ചെയ്ത് ചിന്തിച്ചു ഒരു സിവിൽ സർവൻറ്റ് ഇമ്പാർഷ്യൽ ആകുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഫ്രെയിം വർക്ക് രീതിയിൽ നമുക്കിങ്ങനെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നോൺ പാർട്ടിസൺഷിപ്പ്, സോ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു വേർഡാണ് ഇമ്പാർഷ്യാലിറ്റി, നോൺ പാർട്ടിസൺഷിപ്പ്. സോ നോൺ പാർട്ടിസൺഷിപ്പ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നത്. സോ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ടു നോട്ട് മിസ് ഔട്ട് ദാറ്റ് കണ്ടന്റ്. താങ്ക് യു ഓൾ, താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.